ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഹോമോജീനിയസ്? ഇവിടെ F1ന്റെ പ്രത്യേകത നോക്കുക. ആദ്യത്തെ ടേമിന്റെ ഡിഗ്രി 2 ആണ്, രണ്ടാമത്തെ y മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ടേമിൽ എക്സും വൈയും ഉണ്ട്, പക്ഷെ ഓരോന്നിൻ്റെയും ഡിഗ്രി 1 ആണ്. ടോട്ടൽ ഡിഗ്രി എത്ര വരും? 2 വരും. F2 നോക്കുക, എക്സേ ഉള്ളൂ വൈയേ ഉള്ളൂ, ഡിഗ്രി 1 ആണ്. ഇവിടെ നോക്കുക, കോസ് വൈ ബൈ എക്സ് നോക്കുക. ഇവിടെ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിലെ ഡിഗ്രി എത്രയാണ്? 1 ആണ്. സൈൻ എക്സും സൈൻ വൈ നോക്കുക. ഓക്കെ, പ്രത്യേകത ഇത്രയേ ഉള്ളൂ. If we replace x by and y by lambda x and lambda y in the above function for any non-zero constant lambda. ശ്രദ്ധിക്കുക, നമ്മളിവിടെ എന്താണ് എക്സിന് വരെ ലാംഡ എക്സ് എന്നും കൊടുത്തു, വൈക്ക് വരെ ലാംഡ വൈ എന്നും കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ ടേം എന്തായി മാറും? ആദ്യത്തെ ടേം ഇതിൽ ലാംഡ സ്ക്വയർ വെളി വരും. ലാംഡ സ്ക്വയർ ടൈംസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന് കിട്ടും. സോ ലാംഡ സ്ക്വയർ ടൈംസ് ആദ്യത്തെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ആണെങ്കിലോ F2 ലാംഡ എക്സ് ലാംഡ വൈ എടുത്തു വെച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ ലാംഡ എക്സ് ലാംഡ വരും, ലാംഡ വിളി വരും, ലാംഡ ടൈംസ് 2x മൈനസ് 3y വരും, ലാംഡ ടൈംസ് F2 xy എന്ന് പറഞ്ഞു വരും. തേർഡ് ടൈം ലാംഡ എക്സ് ലാംഡ വൈ എടുത്താൽ ലാംഡ ലാംഡ കട്ടായി പോകും. ലാംഡ റൈസ് ടു 0 ടൈംസ് ഒറിജിനൽ ഫംഗ്ഷൻ തന്നെ വരും. F4നുള്ളിൽ ലാംഡ റൈസ് ടു എക്സും ലാംഡ റൈസ് ടു വൈയും കൊടുത്താലും നമുക്കൊന്നും വെളിയിൽ വരത്തില്ല. എന്താണ്? നോട്ട് ഈക്വൽ ടു ലാംഡ റൈസ് ടു n ടൈംസ് ഒറിജിനൽ ഫംഗ്ഷൻ നമുക്ക് ഒരിക്കലും എഴുതുന്നതിന് വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം അതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ എന്താ പ്രത്യേകത. ആദ്യത്തെ രണ്ട് ഫംഗ്ഷനെ നമുക്ക് ലാംഡ എന്ത് ചെയ്യാം? കൊള്ളിലെടുക്കാം. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ സെക്കൻഡ് ഡിഗ്രി ആണ്, ലാംഡ സ്ക്വയർ ടൈംസ് ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് എഴുതി. രണ്ടാമത്തെ ടൈമിന് ലാംഡ ടൈംസ് ഒറിജിനൽ ഫംഗ്ഷൻ എഴുതി. അടുത്ത എക്സ് സ്ക്വയർ ടൈംസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2y ബൈ എക്സ് എന്ത് കൊടുക്കാം? നമുക്കതിനെ എക്സ് സ്ക്വയർ ടൈംസ് h1 y ബൈ എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, കാരണം നമ്മൾ F1 എന്ന് പറഞ്ഞ ടേമിന് ജസ്റ്റ് എന്ത് ചെയ്യാണ്? മാറ്റം കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ F1 xy. ഓക്കെ, ആദ്യത്തെ ടൈമിൽ ഞാൻ എക്സ് സ്ക്വയർ വെളിയിൽ എടുത്തു കഴിഞ്ഞാലും എനിക്ക് എന്തെന്ന് എഴുതാം? കാരണം ഈ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ടൈം വൈ സ്ക്വയർ ആയി മാറും. വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സും കൂടെ ക്യാൻസൽ ആയിട്ട് നമുക്ക് 2xy എന്ന് തന്നെ കിട്ടും. നമ്മൾ എക്സ് സ്ക്വയർ വെളിയിൽ എടുത്തിട്ടും ഒരു വൈ ബൈ എക്സിന്റെ ഫംഗ്ഷൻ എഴുതിയാൽ ഒരു കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് വൈ ബൈ എക്സ് ഹോൾ സ്ക്വയർ ആണ്, ഇത് 2 ടൈംസ് വൈ ബൈ എക്സ് ആണ്. ഇത് വൈ ബൈ എക്സ് ഹോൾ സ്ക്വയർ ആണ്, മറ്റേത് 2 ടൈംസ് വൈ ബൈ എക്സ് ആണ്. അതുപോലെ നമ്മൾ വൈ സ്ക്വയർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു മാറ്റവും വരികയില്ല. എന്തുകൊണ്ടാണ്? വൈ സ്ക്വയർ ഇട്ട് മൾട്ടിപ്ലൈ, വൈ സ്ക്വയർ ടൈംസ് 1 വൈ സ്ക്വയർ തന്നെ കിട്ടും, വൈ ടൈംസ് വൈയും വൈയും കൂടെ കട്ട് ചെയ്യും 2xy കിട്ടും. സോ വൈ സ്ക്വയർ ടൈംസ് h2 ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. ഒന്നെങ്കിൽ ഇതിനെ എക്സ് സ്ക്വയർ ടൈം ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് എന്ന് എഴുതി, അല്ല വൈ സ്ക്വയർ ടൈം ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റീഅറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത F2 xyക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? ഒരു എക്സ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ എക്സ് ടൈം 2 ടൈം 3 വൈ ബൈ എക്സ് എന്ന് എഴുതാം. എക്സ് ഉള്ളിലോട്ട് മറ്റേ x1 ടൈംസ് 2x വരും, ഈ എക്സും കൂടെ കണ്ട് ചെയ്ത് പോയി 3y വരും. F2 നമുക്ക് അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ വൈ ഒരു എക്സ് ടൈംസ് എക്സ് റേസ് ടു 1 ടൈം h3 വൈ ബൈ എക്സ് എന്ന് എഴുതാം. അതുപോലെ F2 പകരം ഒരു വൈ വെളിയിൽ എടുക്കുകയാണെങ്കിൽ 2x ബൈ വൈ തന്നെ. കാരണം എന്തുകൊണ്ട്? ഈ വൈയും വൈയും കൂടെ കട്ട് ചെയ്ത് പോയാലേ നമുക്ക് 2x ആകത്തുള്ളൂ. വൈയും 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 3y വരും. അല്ലെങ്കിൽ y1 ടൈംസ് h4 എക്സ് ബൈ വൈ ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. സിമിലർലി നെക്സ്റ്റ് ഫംഗ്ഷൻ F3ക്ക് വരും എക്സ് റേസ് ടു 0 ടൈംസ് കോസ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. എക്സ് റേസ് ടു 0 ടൈംസ് h5 വൈ ബൈ എക്സ് എന്ന് എഴുതാം. ഫോർത്ത് ഫംഗ്ഷൻ ഇതുപോലെ ഒരു nth ഡിഗ്രിയുടെ പവറും ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് എന്നുള്ള രീതി നമുക്ക് ഒരു രീതിയിലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? റീഅറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഇനി ഹോമോജീനിയസിനെ പറ്റി പറയുന്നതാണ്. ഫംഗ്ഷൻ ഈസ് ഹോമോജീനിയസ് ഈഫ് എന്താണ്? ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ എക്സ് റേസ് ടു n ടൈം ജി ഓഫ് വൈ ബൈ എക്സ് അല്ലെ വൈ റേസ് ടു n ടൈം എച്ച് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ വൈ ബൈ എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കണം, പുറത്തൊരു എക്സ് റേസ് ടു n എന്നുള്ളത് കാണണം. അല്ലെങ്കിൽ വൈ റേസ് ടു n ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റണം, പുറത്ത് എച്ച് ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫോം എഫ് ഓഫ് എക്സ് ഈസ് ടു ബി ഹോമോജീനിയസ് ഇഫ് ഇസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0 എന്തായിരിക്കും? ഓക്കെ, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് വൈ ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. ഒരു ഡിഗ്രി 0 കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് എന്നിന്റെ പവർ എന്ത് കാണത്തില്ല? 0 ആകത്തില്ല. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിഗ്രി 0. അതായത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0 എന്ന് പറയുന്നത് എന്തായിരിക്കും?
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2xy. ഇത് ഹോമോജീനിയസ് ആണ്. ഇതിൻ്റെ ഡിഗ്രി എത്ര കിട്ടും? 0 കിട്ടും. ഈ ഒരു ടൈപ്പിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നേ ഉള്ളൂ. ഇത് ഓർത്തിരിക്കുക, y ഈക്വൽ ടു വി എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മെത്തേഡ് നോക്കുക. അടുത്തത് അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ചെയ്ത് വരും. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് വൺ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് വൺ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ എന്നുള്ളത് ഏതാണ്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് വൺ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് വൺ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ. ഫസ്റ്റ് വൺ ടൈം ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൺ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 കിട്ടും, വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും. എന്നിട്ട് എവിടെയൊക്കെ ഡി വൈ ബൈ ഡി എക്സ് കാണുന്നോ അവിടെ വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക. ഏതാണ്? ഡി വൈ ബൈ ഡി എക്സിന് വരെ നമുക്ക് എന്തെന്ന് കൊടുക്കുന്നു? വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. ഓക്കെ. അടുത്ത വൈ വി എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? വൈ വി എക്സിന് കൊടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഏത് വിക്ക് പകരം വൈ ബൈ എക്സ് എന്ന് എഴുതാം. വൈ ഈക്വൽ ടു വി എക്സ് എന്ന് കൊടുത്താൽ ഏത് വിക്കും പകരം വൈ ബൈ എക്സ് എന്ന് എഴുതാം. സോ എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സിന് എഴുതാം. അതായത് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ജി ഓഫ് വി എന്ന് എഴുതാം. കാരണം അത് എന്തുകൊണ്ടായിരുന്നു? അത് ജി ഓഫ് വൈ ഈക്വൽ ടു വി എക്സ് എന്നായിരുന്നു നമ്മൾ കൊടുത്തത്. ജി ഓഫ് വൈ ബൈ എക്സ്, എവിടെ വൈ ബൈ എക്സ് വരുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്തെന്ന് എഴുതാം? വൈ ബൈ എക്സിന് വരെ എനിക്ക് എന്തെന്ന് എഴുതാം? വി എന്ന് എഴുതാം. അപ്പം നമുക്ക് എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായി മാറും? ശ്രദ്ധിക്കുക, ജി ഓഫ് വി മൈനസ് വി ഇവിടെ എന്തായി മാറി? വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് മാറി. കാരണം എല്ലാ ഡി വി ടൈമിനെ ഒരേ സൈഡിലോട്ട് എഴുതാം, എല്ലാ എക്സ് ടൈമിനെയും ഒരേ രീതിയിലേക്ക് എഴുതാം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഡി വി ബൈ ഡി എക്സ് ജി എഫ് ഇ ബൈ വി. സോ ഡി വി ബൈ ജി എഫ് ഇ മൈനസ് വി ഡി എക്സ് ബൈ എക്സ്. പിന്നെ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പിൽ വിക്ക് വരെ നമ്മൾ എന്തെന്ന് ഇട്ട് കൊടുക്കുക? വൈ ബൈ എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പിൽ വിക്ക് വരെ വൈ ബൈ എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? സൊല്യൂഷൻ. അടുത്ത എന്താണ്? ഇത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം ഡി എക്സ് ബൈ ഡി വൈ എഫ് ഓഫ് എക്സ് വൈ. ശ്രദ്ധിക്കുക, ഇവിടെ ഡി എക്സ് ബൈ ഡി വൈ എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0 എന്തായിരിക്കും? എക്സ് ബൈ വൈക്ക് പകരം വി എന്നിട്ട് കൊടുക്കുക, വൈ ബൈ എക്സിന് പകരമല്ല. അപ്പോൾ അവിടെ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു വി വൈ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഡി എക്സ് ബൈ ഡി വൈയെ എച്ച് ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അത് മാത്രം ശ്രദ്ധിക്കുക. ഡി എക്സ് ബൈ ഡി വൈ എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ബൈ വൈ ഈക്വൽ ടു വി എന്ന് കൊടുക്കുക, എക്സ് ഈക്വൽ ടു വി വൈ എന്ന് കൊടുക്കുക, എന്നിട്ട് ഡി എക്സ് ബൈ ഡി വൈ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക.